കൊച്ചിയിലെ ആലുവ മണപ്പുറത്ത് പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹൈന്ദവ ക്ഷേത്രമാണ് ആലുവ മഹാദേവ ക്ഷേത്രം. ശിവഭഗവാനാണ് ഈ ക്ഷേത്രത്തിൻ്റെ അധിപൻ. പരശുരാമൻ സ്ഥാപിച്ചതും 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് ആലുവ ശിവക്ഷേത്രം. എറണാകുളത്ത് നിന്ന് 21 കിലോമീറ്ററും NH 66 നിന്ന് 1 കിലോമീറ്റർ അകലെ പെരിയാർ നദിയുടെ തീരത്താണ് ആലുവ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രം മംഗലപ്പുഴയ്ക്കും പെരിയാറിനും ഇടയിലുള്ള മണൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ആലുവ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിൽ ഇല്ല എന്നതാണ്. ശിവലിംഗം സ്വയം പ്രത്യക്ഷമാണെന്നും ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും പറയുന്നു. ജടായുവിൻ്റെ മരണശേഷം ശ്രീരാമൻ ഇവിടെ മരണാന്തര കർമ്മങ്ങൾ നടത്തിയെന്നു പറയപ്പെടുന്നു. പെരിയാർ നദിയുടെ തീരത്ത് നിന്നാണ് ശിവലിംഗം ഉയർന്നു വന്നത്. ഈ സ്ഥലം ആലുവ മണൽപ്പുറം എന്നറിയപ്പെടുന്നു. മഴക്കാലത്ത് ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാകുകയും ശിവലിംഗം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്നു. മഴക്കാലം കഴിഞ്ഞാൽ ഇവിടം ശുദ്ധമാകും. ഈ ക്ഷേത്രം രാവിലെ 6 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. എട്ട് സെൻറ്റിമീറ്റർ മാത്രം ഉയരമുള്ള മണൽക്കല്ലുകൾ കൊണ്ടാണ് മഹാദേവന്റെ സ്വയംഭൂലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. താൽക്കാലിക വിഗ്രഹം വെങ്കലമാണ്. അതിന് 15 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പരശുരാമൻ ശിവലിംഗം പ്രതിഷ്ഠിച്ച ശേഷം വിഗ്രഹം സംരക്ഷിക്കാൻ ഒരു ക്ഷേത്രം പണിതു. അപ്പോൾ വെള്ളപ്പൊക്കം വന്ന് ക്ഷേത്രം ഒലിച്ചുപോയി. തനിക്ക് ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ലെന്നും അവിടെ ക്ഷേത്രം ഉണ്ടാകില്ലെന്നും പരശുരാമനോട് ശിവഭഗവാൻ പറഞ്ഞതായി വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ശിവഭഗവാന് അരിക്കയുടെ ഇലയിലാണ് പ്രസാദം സമർപ്പിക്കുന്നത്. എല്ലാ ശിവക്ഷേത്രങ്ങളെ പോലെ മഹാശിവരാത്രി വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നു. ഭക്തർ രാത്രി മുഴുവനും ഉണർന്നിരുന്ന് പ്രാർത്ഥനകളും പൂർവികർക്ക് പ്രണാമവും അർപ്പിക്കുന്നു. കർക്കിടകത്തിലെ അമാവാസി ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ബലിയർപ്പിക്കാൻ ആളുകൾ കൂട്ടത്തോടെ മണൽപ്പുറത്ത് എത്തുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ഊരണം നമ്പൂതിരിമാരാണ് ഇപ്പോഴും ഇവിടെ പൂജ ചെയ്യുന്നത്. കാഴ്ചയിൽ പൂർത്തിയാകാത്തതും നിരവധി വെള്ളപ്പൊക്കങ്ങളെ അതിജീവിച്ച ക്ഷേത്രമാണ് ആലുവ ശിവക്ഷേത്രം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.